ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് പൈനാപ്പിൾ കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്സ് എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ കേക്ക് എങ്ങനെ റെഡിയാക്കിയിട്ടുള്ളതെന്ന് നോക്കാം. വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് എല്ലാ കേക്കിനും പറയുന്നത് പോലെ തന്നെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് പാല്, 1/2 കപ്പ് ഓയിൽ, കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണേ നമുക്ക് ആവശ്യമുള്ളൂ. ബേക്കിംഗ് സോഡ, അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ഉപ്പ്, 1 കപ്പ് മൈദ. 1 kgയുടെ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഇതേപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കട്ടെ. നമുക്ക് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2-3 പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും. ഇനി ഒരു ക്ലീനായ ബൗളിലേക്ക് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 4 മുട്ട ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ 4 മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പും അതേപോലെ തന്നെ വാനില എസൻസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയം തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് മുട്ട അടിച്ച് കുറച്ചൊക്കെ പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ അടിച്ച് നല്ലതുപോലെ ഫ്ലഫി ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നല്ലതുപോലെ ഫ്ലഫി ആയി വന്നതിന് ശേഷം ഇതിലോട്ട് 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഇതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പീഡൊന്ന് കുറച്ചിട്ട് കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അടിച്ച് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ സ്പാറ്റിൽ വെച്ചിട്ടോ ഒരു പതുക്കെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ സ്പീഡിലൊന്നും മിക്സ് ചെയ്തെടുക്കരുത്. ബാക്കിയുള്ള പൊടിയും ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ആയിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പാനിലോട്ട് മാറ്റി കൊടുക്കണം. ഞാൻ ഇതേപോലെ കേക്ക് മോൾഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് മോൾഡ് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. അതേപോലെ തന്നെ ഓവൺ ആണെങ്കിലും നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ ഓവണിലല്ല ചെയ്യുന്നത്, സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് വരെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിലോട്ട് വെക്കാനായിട്ട്. മാവെല്ലാം ഇതിലോട്ട് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. നമ്മൾ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പൈനാപ്പിളാണ്. പൈനാപ്പിൾ കേക്കാണല്ലോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് വേണ്ട കുറച്ച് പൈനാപ്പിളാണ്. ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട്, പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ ആഡ് ചെയ്യുക. ഞാൻ എടുത്ത പൈനാപ്പിൾ നല്ല മധുരമുള്ള ആയതുകൊണ്ട് ഞാൻ 1 കപ്പ് ചേർത്തിട്ടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് വേവായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. അതിന് ശേഷമാണ് നമുക്കിതോട് എടുത്ത് മാറ്റാനായിട്ട്. ഇപ്പോൾ ആ ഷുഗർ സിറപ്പിലൊക്കെ കിടന്നിട്ട് പൈനാപ്പിൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കേക്കൊക്കെ വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ ഒക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുത്ത് ഷുഗർ സിറപ്പ് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അതേപോലെ തന്നെ പൈനാപ്പിളിലുള്ള ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിലോട്ട് കുറച്ച് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ആവശ്യമുണ്ട്. ഇതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് അതിലോട്ടാണ് ഈ വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച്
യെല്ലോ ഫുഡ് കളറും കൂടി ആഡ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ യെല്ലോ ഫുഡ് കളറാണ് ഇതിൽ ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പൈനാപ്പിളിൻ്റെ ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ആ കേക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗണാഷ് വയ്ക്കുമ്പോൾ ഈ ബോർഡിലൊന്നും ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം സെൻറ്ററിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം നമുക്ക് ഈ കേക്കൊന്ന് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് എല്ലാം സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വെക്കുമ്പോഴൊക്കെ നല്ല കറക്റ്റായിട്ട് നോക്കുക, കറക്റ്റായിട്ട് ചെയ്യുക. ഈ ഷുഗർ സിറപ്പ് ഞാൻ ഇത് പൈനാപ്പിൾ ഉണ്ടാക്കിയതിൻ്റെ ഷുഗർ സിറപ്പാണ്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഷുഗറും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ലതുപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ അപ്ലൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ തന്നെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴുള്ള നമ്മൾ കേക്ക് നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടുക. ഞാൻ കേക്കിൻ്റെ കാര്യത്തിൽ അത്ര പെർഫെക്റ്റ് അല്ല എങ്കിലും കൂടിയിട്ട് എനിക്കറിയാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പൈനാപ്പിൾ നമ്മൾ ഷുഗർ സിറപ്പിലിട്ട പൈനാപ്പിൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ നമ്മൾ നിരത്തി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴുള്ളൂ കേക്ക് ഒരേ ലെവലിൽ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ താഴ്ചയ്ക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ നിരത്തി കൊടുക്കുക. ഇതേപോലെ തന്നെ ഓരോ ലെയറിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ കേക്കൊക്കെ ലെയർ വെച്ച് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് നോക്കുക. സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ കൈവച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ചെയ്തു കേട്ടോ. എനിക്ക് സ്പൂൺ വെച്ച് ചെയ്തതിനേക്കാളും ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നി. കൈവച്ചിട്ടാണ് നല്ലപോലെ വെക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ലെയറും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാം. അതുപോലെ സൈഡിലും അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇതിന് കറക്റ്റായിട്ട് എഡ്ജസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനേക്കാളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. എങ്കിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഗണാഷ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഗണാഷ് ഒഴിക്കുന്ന ഫസ്റ്റ് ഭാഗം എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാനിത് കെച്ചപ്പിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ സൈഡിൽസിലൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളത് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടോ അതേപോലെ തന്നെ ഐസിനൊക്കെ വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതേപോലെ ഒന്ന് ബാക്കിയുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും ഒരേപോലെ തന്നെ ലെവലായി കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ നല്ല തണുത്ത കേക്കിൻ്റെ മുകളിലോട്ടായിരിക്കണം ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കും, കേക്കിൻ്റെ മുകളിലൊക്കെ നിൽക്കും. ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതേപോലെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം. ബാക്കിയുള്ള ഐസിങ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 2 കളറിൽ ചെയ്തിട്ട് വൈറ്റും യെല്ലോയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മളെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാൻ. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ കേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ അതേപോലെ നിങ്ങൾ ഓരോരോ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ മാത്രം ചെയ്തിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പൈനാപ്പിൾ കേക്ക്
നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.